ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരി എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എത്ര കോരിയെടുത്താലും തീരാത്ത അമൂല്യ രത്നങ്ങളുള്ള ഒരു മഹാസമുദ്രം പോലെ സങ്കീർത്തന പുസ്തകം നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ്. ഏതു കാലത്ത് എപ്പോൾ വായിച്ചാലും ഒരു പുതിയ ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. സങ്കീർത്തനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് യഹൂദന്മാരുടെ പാട്ടുപുസ്തകമായി ക്രമീകരിച്ചിരുന്നെങ്കിലും, പഴയ നിയമ പുസ്തകത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നെങ്കിലും, ഇന്നും അത് ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി അനേകർ ഏറ്റുചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ കീർത്തനങ്ങൾ തന്നെയാണ്. പുതിയ നിയമത്തിൽ ഗദ്യരൂപത്തിൽ നമ്മൾക്ക് ലഭ്യമായെങ്കിൽ തന്നെയും അത് കാവ്യാത്മകമായി ഈണത്തിൽ തന്നെ പാടി പഠിക്കേണ്ടതും വായിക്കേണ്ടതുമാണ്. ചെറുപ്രായം തൊട്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ സങ്കീർത്തനങ്ങൾ കാണാതെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പല സങ്കീർത്തനങ്ങളും നമുക്ക് കാണാപ്പാടമാണ്. ചെറുപ്രായത്തിലെ വേദപുസ്തകം വായിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത്രാം സങ്കീർത്തനം അറിയാമോ എന്നാണ് കുഞ്ഞുങ്ങളോട് ചോദിച്ചിരുന്നത്. അതൊക്കെ അവർ കാണാതെ പറയുമായിരുന്നു. അപ്പോൾ അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി സങ്കീർത്തനങ്ങളും അതിൻ്റെ ചിന്തകളും ആത്മീയതയും ധ്യാനവും മാറിയിട്ടുണ്ട്. 1-ാം സങ്കീർത്തനം മുതൽ 18-ാം സങ്കീർത്തനം വരെയുള്ള കഴിഞ്ഞ 40-ലധികം എപ്പിസോഡുകൾ സ്ഥിരമായി കേൾക്കുന്നവരുടെ മനസ്സിൽ ഹൃദ്യമായ അനുഭവമായി ഉണ്ട് എന്ന് ഞാൻ പ്രാർത്ഥനയോടെ വിശ്വസിക്കുകയാണ്. പലരുടെയും സാക്ഷ്യങ്ങളും പങ്കുവെക്കലുകളും എൻ്റെ ആ വിശ്വാസത്തെ ദൈവനാമ മഹത്വത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 18-ാം സങ്കീർത്തനത്തിൻ്റെ 43 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കുകയുണ്ടായി. അതിലെ 43-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഈ ആഴ്ച 44 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും, അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കും. അന്യർ ക്ഷയിച്ചു പോകുന്നു, തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചുകൊണ്ടുവരുന്നു. അധികാരിയായ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണാധികാരിയായ രാജാവ് ദാവീദ് രാജാവ് തൻ്റെ ഭരണകാലത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഒരു സാക്ഷ്യമായ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത്, 18-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത്, പ്രതിസന്ധിയുള്ളപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച ദാവീദിന് ദൈവം തമ്പുരാൻ അതിശക്തനായി വെളിപ്പെട്ട് അവൻ്റെ യാചനകൾക്ക് മറുപടി നൽകിയത് പ്രാർത്ഥനയോടെ അനുസ്മരിക്കുന്നു. അതിനുശേഷം തൻ്റെ ഭരണ സംവിധാനത്തിൽ നേരിട്ടിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചും പറയുന്നു. ദൈവം അതിന് നൽകിയ ദിവ്യമായ വിടുതലിനെക്കുറിച്ചും പറയുന്നു. ആ വിടുതലിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരധികാരിക്ക് സ്വാഭാവികമായി പിൻഗാമികളും മനസ്സിലാക്കത്തക്ക രീതിയിൽ ചിലത് പറയാനുണ്ട്. ജനങ്ങൾ എന്നോട് അനുസരണഭാവം കാണിക്കുന്നു, അവർ എന്നെ അനുസരിക്കുന്നു, അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും, അവർ എന്നോട് അനുസരണഭാവം കാണിക്കും. തൻ്റെ ഭരണസീമയിൽ ഉൾപ്പെട്ട ജനങ്ങൾ, സഹോദരങ്ങൾ, കൂടെ ജോലി ചെയ്യുന്നവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അങ്ങനെയൊരു കാര്യം ഒരു ഭരണാധികാരി പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങൾ കാണും. പഴയ കാലത്ത്, രാജാക്കന്മാരുടെ കാലത്ത് എല്ലാ സ്ഥാനങ്ങളിലുമൊന്നും രാജാക്കന്മാർക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. അവരുടെ ഉദ്യോഗസ്ഥ വൃന്ദം പല സ്ഥലങ്ങളിലുമെത്തും. ഓഫീസുകളിൽ ഭരണാധികാരിയുടെ പടം വയ്ക്കും. ഇന്നും നമ്മൾക്കറിയാം, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ പടമെല്ലാം വെച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രമെങ്കിലും വയ്ക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ പ്രത്യേകിച്ച് അവിടെ ഭരിക്കുന്ന രാജാക്കന്മാരുടെ പടങ്ങളൊക്കെ കൃത്യമായിട്ട് വയ്ക്കാറുണ്ട്.
ആത്മീക മേഖലയിലേക്ക് നോക്കിയാൽ പള്ളികളിലും സ്ഥാപനങ്ങളിലുമൊക്കെ വിശ്വാസികളുടെ ഭവനങ്ങളിലൊക്കെ ആത്മീക പിതാക്കന്മാരുടെ ജീവിച്ചിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും പടങ്ങൾ വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ചിലരുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ വിധേയത്വം കാണിക്കാറുമുണ്ട്. നമ്മളുടെ മനസ്സിന് ബഹുമാനമുള്ളവരോട് അവരടുത്തില്ലെങ്കിലും അവരുടെ ദർശനങ്ങൾ പ്രാർത്ഥനയോടെ നമ്മൾ ഉൾക്കൊള്ളാറുമുണ്ട്. ഇവിടെ പറയുന്നു, അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒരു ഭരണാധികാരി അത് പറയണമെന്നുണ്ടെങ്കിൽ, കേൾവിയിൽ തന്നെ അനുസരിക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയമുണ്ട്. ഭരിക്കുന്ന ഒരു രാജാവുണ്ട്, രാജാവിൻ്റെ കൽപ്പനയെ അനുസരിക്കണം, അല്ലെങ്കിൽ അനുസരിപ്പിക്കും. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം അതിൻ്റെ അകത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർ അനുസരിക്കുന്നു. അതെ, ഒരു രാജാവിൻ്റെ ശക്തമായ രീതിയിലുള്ള, ഒരു പക്ഷേ തലക്കനമെന്ന് തോന്നുന്ന രീതിയിലുള്ള അധികാരത്തോടു കൂടിയുള്ള ഒരു ആജ്ഞയത് അവരെന്നെക്കുറിച്ച് കേൾക്കുമ്പോഴേ അനുസരിക്കും. ഒരു മറ്റൊരാളോട് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്നേഹിതനോട് പറയുകയാണ്, ഞാൻ അവിടെ പോകണ്ട, എന്നെക്കുറിച്ച് കേട്ടാൽ തന്നെ അവർക്ക് പേടിയാണ്. കേൾക്കുമ്പോഴേ വിറയ്ക്കും, ഓർക്കുമ്പോഴേ വിറയ്ക്കും. അവർ അനുസരണ ഭാവം അവരെന്നെ അനുസരിക്കും. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം, അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്നെ അനുസരിക്കുമെന്ന് ദാവീദ് രാജാവ് പറഞ്ഞെങ്കിൽ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കുടുംബ സംവിധാനത്തിൽ വിധേയത്വവും സ്നേഹവും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഭയവും വിറയലും ആവശ്യമാണ്. ഈ അനുസരണഭാവം കാണിക്കുന്നതിൻ്റെ പിൻപിൽ നമ്മൾ അറിയാത്തൊരു ഭയമുണ്ട്. രണ്ട് രീതിയിലുള്ള ഭയമുണ്ട്. ഒന്ന്, ഭയക്കുന്നു എന്ന് കാണിക്കുന്നു, അനുസരിക്കുന്നു എന്ന് കാണിക്കുന്നു, വിധേയപ്പെടുന്നു എന്ന് കാണിക്കുന്നു. അങ്ങനെ ഒരു പ്രിറ്റൻഷനുണ്ട്, ഒരു എക്സ്പ്രഷനുണ്ട്. ചിലപ്പോൾ കാണത്തില്ല, ചിലരെ കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഭയം പ്രകടിപ്പിക്കുകയാണ്, ഭക്തി പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്, നമ്മുടെ കുടുംബത്തിലുള്ളത്, നമ്മൾ ഒരുപക്ഷെ നമ്മളെ മറ്റുള്ളവർ അനുസരിക്കുന്നു. ഗുരുക്കന്മാർ പറയുന്നു, കുട്ടികൾ എന്നെ അനുസരിക്കുന്നു. അധികാരികൾ പറയുന്നു, കൂടെയുള്ളവരെന്നെ അനുസരിക്കുന്നു. ഓഫീസേഴ്സ് പറയുന്നു, സബോർഡിനേറ്റീവ്സ് എന്നോട് വിധേയത്വം കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അനുസരണം കാണിക്കുന്നത് എങ്ങനെയാണെന്നൂടെ ചിന്തിക്കണം. ന്യായമായ ആത്മാർത്ഥമായ വിധേയത്വമാണോ അനുസരണമാണോ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇടപെടുന്ന മേഖലയിൽ, അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും തലമുറകളാണെങ്കിലും സമൂഹമാണെങ്കിലും, നമ്മളോടൊരു വിധേയത്വ ഭാവം കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ വാക്കിൻ്റെ കട്ടി കൊണ്ട് മാത്രമാകരുത്, പേടി കൊണ്ടാകരുത്. അതെന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ളതല്ല, അത് കാണിക്കാനുള്ളതാ. ഹൃദയത്തിൽ നിന്ന് വരണം. കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കുമെന്ന് പറയുമ്പോൾ ഓർത്തോണം, ശബ്ദം എപ്പോഴും കേൾക്കണമെന്നില്ല. അതിങ്ങനെ വീജികളായി, ശബ്ദവീജികളായി ഹൃദയത്തിൽ മുഴങ്ങണം. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടില്ലയോ, നമ്മൾ എവിടോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിലൊരു വലിയൊരു സ്വരം കേൾക്കും, കാതിലൊരു സ്വരം കേൾക്കും, നീ എവിടെയൊക്കെ പോകരുത്, നീ അത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ഈ കേൾക്കുന്ന സ്വരം ദൈവസ്വരമായി നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ദൈവം എന്നോട് പറയുകയാണ്, നീ അത് ചെയ്യരുത്. നിങ്ങൾ ചിലപ്പോൾ വലിയ ബിസിനസ്സുകാരും വലിയ പ്രവർത്തകരുമൊക്കെ ആയിരിക്കും, അറിവുള്ളവരുമൊക്കെ ആയിരിക്കും. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഈ സ്വരം കേൾക്കാതെ വണ്ണം നമ്മളുടെ കാത് മന്ദമായി പോയിട്ടുണ്ട്. നമ്മൾ ഏത് തിന്മപ്രവൃത്തി ചെയ്യുമ്പോഴും നീ അത് ചെയ്തോ 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 എന്നുള്ള സ്വരമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഓർത്തോണം, നമ്മളുടെ കൂടെ ഒരു വലിയ ദുശക്തിയുണ്ട്. അത് നമ്മളെ മുടിച്ച് മുണ്ടക്കോല് വെച്ചിട്ടേ അടങ്ങത്തുള്ളൂ, പൊടിച്ച് പൊടിയാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ. അതുകൊണ്ട് പലരും പറയത്തില്ലയോ, തിന്മ ചെയ്യാൻ നേരം അനുകൂലമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒത്തിരിയാണ് കേട്ടോ. പക്ഷേ നന്മ ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ കുറവുമായിരിക്കും. അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ അനുസരണഭാവം കാണിക്കുമെന്ന് ദാവീദ് പറയുന്നത് അധികാരിയുടെ സ്വരമായി മാത്രം എടുക്കരുത്. എൻ്റെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പിന്തുടരേണ്ട, അനുഭവിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതെ, ചില സ്വരങ്ങളുണ്ട്. ആ സ്വരം കേൾക്കുമ്പോൾ ആരും പറയാതെ തന്നെ ഓർത്തോണം, ഇതൊരു ദൈവസ്വരമാണ്, നീ അത് ചെയ്യരുതേ, അരുതേ, പോകരുത്, കാണരുത്, പ്രവർത്തിക്കരുത്. ഇത് നമ്മൾക്ക് പറഞ്ഞു തരാൻ ഇന്ന് ആരാ ഉള്ളത്? ഒരു ദൈവസ്വരമായിട്ട് നമ്മൾ കേട്ടോണം. രണ്ടാമത് ഓർത്തോണം, ദൈവസ്വരത്തോടൊപ്പം തന്നെ
നമ്മളുടെ മാതാപിതാക്കളുടെ ജലസ്വരം, ഗുരുക്കന്മാരുടെ ജലസ്വരം. ഇപ്പം നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നു. ഈ വാക്ക് തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ വെറുതെ പോകാൻ വേണ്ടിയുള്ളതല്ല. നമ്മളിതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം പോകുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതിൽ ഓർത്തോണം, ഈ വചനം കേൾക്കുമ്പോൾ ഓർത്തോണം, ഇത് ആരോടെങ്കിലുമൊക്കെ എന്തിനെങ്കിലുമൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പുകളാണ്. ദൈവം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നേരിട്ട് ഇങ്ങോട്ട് വന്നൊരു ദൂതനെ വിട്ട്, ഒരു ദേവതയെ വിട്ട് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ദൈവം ആരോടൊക്കെ വേണമെങ്കിലും എങ്ങനെയൊക്കെ വേണമെങ്കിലും സംസാരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷിയോടായിരിക്കാം, ചിലപ്പോൾ ഒരു സാധാരണക്കാരനോട് ഒപ്പമായിരിക്കാം, നമ്മൾ ധർമ്മക്കാരെന്ന് പറയുന്ന ഒരു തള്ളപ്പെട്ടവനോടൊപ്പമായിരിക്കാം, ഒരു മാനസിക രോഗിയിലൂടെ ആയിരിക്കാം, ആരിലൂടെയൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വാക്കുകൾ കേൾക്കുമ്പോഴുണ്ടല്ലോ, നമ്മളൊരു വാക്ക് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, അത് മൈക്കിലൂടെയോ അല്ലാതെയോ പറയുന്നു, കാതിൽ പറയുന്നു. ഈ ശബ്ദങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എനർജിയെ ഉൽപ്പാദിപ്പിക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല. നൈദർ ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്നുള്ളത് പ്രത്യേകിച്ച് ചലന നിയമമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഊർജ്ജ നിയമമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തോണം. അതുകൊണ്ട് നമ്മളൊരു ശബ്ദം പറഞ്ഞെന്ന് വെച്ചോ, നമ്മളൊരു ആഹ്വാനം പറഞ്ഞെന്ന് വെച്ചോ, നമ്മളൊന്ന് കരഞ്ഞെന്ന് വെച്ചോ, ഇതിവിടെ കൊണ്ട് തീരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഓർത്തോണം, ചില കാലത്ത് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്, അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ നല്ല സമയത്ത് പറഞ്ഞു. ഈ നല്ല സമയത്ത് നമ്മളിതൊക്കെ കേട്ടു, നമ്മൾ കേട്ട ഭാവം നടിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് ശേഷം ഉണ്ടല്ലോ, ഇതൊരു എക്കോ പോലെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക, ഒരു ബുമറാങ് പോലെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, നമ്മൾ വെറുതെ കിടക്കുമ്പോൾ ഉറക്കത്തിൽ ഓർക്കുന്നു, നടക്കുമ്പോൾ ഓർക്കുന്നു, അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഇതെന്നോട് പറഞ്ഞതാണ്. ചിലപ്പോൾ ഒരു ശാപവാക്കായിരിക്കാം, നീ അനുഭവിക്കും, നിൻ്റെ തലമുറ വളർന്നു വരുമ്പോൾ നീ ഇത് മനസ്സിലാക്കിക്കൊള്ളും. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു വാക്ക് ഏതെങ്കിലും ഒരു നിരാശയിൽ പറഞ്ഞതായിരിക്കും, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, അന്നേരത്തെ വിഷമത്തിൽ പറഞ്ഞതാണ്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴുണ്ടല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിതിങ്ങനെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ദൈവസന്നിധിയിലാണെങ്കിലും മനുഷ്യൻ്റെ മുൻപിലാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരത്തില്ല. ചിലപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അലഞ്ഞു തിരിയുന്ന ദുരാത്മാക്കളെക്കുറിച്ച് മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ അലഞ്ഞു തിരിയുന്ന കണ്ണുനീരുകളുണ്ട്, അലഞ്ഞു തിരിയുന്ന നിർദ്ദേശങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. അതിങ്ങനെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. നമ്മൾ അനുസരിക്കുവാൻ തക്കവണ്ണം, അനുസരണഭാവം കാണിക്കുവാൻ തക്കവണ്ണം കാലാന്തരത്തിൽ, കാലദേശങ്ങൾക്കപ്പുറമായി ഇതെല്ലാം തിരിച്ചു വരും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഓർത്തോണം, നമ്മളെ അനുസരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്നവർ തന്നെ, ദൈവസ്വരത്തോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നന്മ നിറഞ്ഞവരുടെ ഉപദേശങ്ങൾ, ധാർമ്മികരുടെ ഉപദേശങ്ങൾ നമ്മളെ അനുസരിപ്പിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ അനുസരിച്ചു പോകുന്നുണ്ട്. ഇനിയും വീണ്ടും പറയുകയാണ്, അവർ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കും, അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കും. അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കുമെന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തോണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ പറയും, നമ്മൾ ഇന്ത്യക്കാർ എല്ലാം സഹോദരീ സഹോദരങ്ങളാണ്, അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരും സഹോദരങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഈ സഹോദരീ സഹോദരങ്ങൾക്കിടയിലും ഒരു അന്യത്വമുണ്ട്, ഒരു മറ്റുള്ളവരുണ്ട്, നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കുമെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ അറിയാത്ത ജനം എന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കും എന്ന് വെച്ചാൽ, അന്യർ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല, അപരൻ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. അപരൻ അനുസരണഭാവം നമ്മളോട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പരിചിതനായി മാറ്റപ്പെട്ടു. നമ്മളുടെ ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് പ്രിയമുള്ളവരെ, അന്യത്വം എന്നുള്ളത് പരിചിതത്വമായിട്ട് മാറ്റണം, അപരിചിതത്വം എന്നുള്ളത് പരിചിതമായിട്ട് മാറ്റണം. ഈ പരിചിതമായിട്ട് മാറ്റുമ്പോൾ പ്രിയമുള്ളവരെ ഒരുപാട് അനുസരണഭാവം അവിടെ ഉണ്ടാകും. ഇന്ന് നമ്മൾ ആലോചിച്ചോണം, നമ്മൾ എത്ര ചിന്തകന്മാരുടെ വാക്കുകൾ വായിക്കുന്നുണ്ട്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഡയോസ്തനീസ്, അങ്ങനെ തുടങ്ങിയ ചിന്തകന്മാരുടെ വാക്കുകൾ, തിരുവചന വാക്യങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാക്യങ്ങൾ, ധർമ്മജ്ഞരുടെ വാക്യങ്ങൾ, ധർമ്മിഷ്ഠരുടെ വാക്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ആരോടൊക്കെ ഇന്ന് അനുസരണഭാവം കാണിക്കുന്നത്? അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണം, അന്യത്വത്തിൻ്റെ വേരിനെ മാറ്റിക്കളയണം. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിലുണ്ടാകണം, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ലായിരിക്കും,
തലമുറകൾ നിങ്ങൾക്ക് വില നൽകുന്നില്ലായിരിക്കും. നിങ്ങളുടെ ക്ഷീണാവസ്ഥയിൽ തളർന്നു കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കും. തളർന്നു കിടന്നുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തരിക എന്ന് പറയുമ്പോൾ അതുപോലും ബാധ്യതയായിരിക്കും. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അതും ഒരു ബാധ്യതയായിരിക്കും. ഇതൊന്നും മാറിത്തരാൻ പറഞ്ഞാൽ പോലും സമയം കാണത്തില്ല. എൻ്റെ മരുന്ന് തീർന്നു എന്ന് പറയുമ്പോൾ വാങ്ങിച്ചു തരാനുള്ള ഇഷ്ടം പോലും കാണത്തില്ല. ഇന്ന ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ അതുണ്ടാക്കി തരാനുള്ള സാഹചര്യം പോലുമില്ല. അവരവരുടെ സുരക്ഷിതത്വത്തിന് അവനവൻ്റെ മാതാപിതാക്കളെയും അവനവൻ്റെ ക്ഷീണിതരായിട്ടുള്ളവരെയും ഇട്ടിട്ട് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുതിർന്നവർ ബാധ്യതകളാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആലോചിച്ചോണം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരടുത്തില്ലെങ്കിൽ പോലും നിങ്ങളെ നോക്കുവാനും കാണുവാനും ഒക്കെ നിൽക്കുന്ന മറ്റു ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു രക്തബന്ധവുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും അവർ ഹോം നേഴ്സാണ്. ശരിയാ, ഹോം നേഴ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന സഹോദരങ്ങളായിരിക്കാം, അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നില്ലയോ? മക്കൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കാം. അവർ നിങ്ങൾക്ക് വേണ്ടി ചാനൽ മാറ്റി വെച്ച് തരുന്നുണ്ട്, നിങ്ങളെ ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തരുന്നുണ്ട്, വസ്ത്രം നനച്ച് തരുന്നുണ്ട്. ചിലപ്പോൾ പാലിയേറ്റീവ് കെയർ സെൻ്ററുകളിലാണെങ്കിലും വൃദ്ധമന്ദിരങ്ങളിലാണെങ്കിലും അവിടെയും കരുതുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുകയും കാണുകയും ചെയ്യാത്തവർ പോലും നിങ്ങളെ കരുതുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കണം, അയ്യോ, ദാവീദ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവൻ്റെ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു, അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കും. ഇവിടെയും ഒരു അനുസരണഭാവം കാണിക്കുന്നുണ്ട്. ഇതൊരു വ്യക്തി ജീവിതത്തിലെ ചില സാക്ഷ്യങ്ങളാണ്, വ്യക്തി അനുഭവത്തിലെ ചില വർണ്ണനകളാണ്. വീണ്ടും ആ വാക്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്യർ എന്നോട് അനുസരണഭാവം കാണിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരു തലം കൂടി ഓർത്തോണം. അനുസരണഭാവത്തിന്, അതായത് നമ്മൾ പറയത്തില്ലയോ, ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ്, ഒരാശയമാണ്. അനുസരണഭാവം അതൊരു പ്രകടനമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പ്രകടനമല്ല. അത് മനുഷ്യനിലുള്ള ഒരു എക്സിസ്റ്റിംഗ് നേച്ചറാണ് ഒരു ഭാവം എന്ന് പറയുന്നത്. അനുസരണ ഭാവം നമ്മൾ പറയത്തില്ലയോ, സ്നേഹഭാവം, കരുതലിൻ്റെ ഭാവം, ക്ഷമയുടെ ഭാവം. അതുപോലെ അനുസരണത്തിനും ഒരു ഭാവമാണ്. ഇത് നാച്ചുറലി ഉണ്ടാകേണ്ടതാണ്. ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വാക്ക് പറയാൻ പറയുമ്പോൾ എന്തിനാ കാര്യം, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തലമുറകളെയൊക്കെ ഒരു അനുസരണത്തിൻ്റെ ഒരു പ്രത്യേകമായ തലങ്ങൾ പഠിപ്പിക്കണം. അതൊരു ഭാവമായിട്ട് മാറണം. നമ്മളെല്ലാം പറയും കരുതലിൻ്റെ ഭാഗം, സ്നേഹഭാവം, നിഷ്കളങ്ക ഭാവം, ഇങ്ങനെ ഒരുപാട് ഭാവങ്ങളെക്കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ അനുസരണം ഒരു ഭാവമായി, ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അനുസരിക്കേണ്ടവരെയൊക്കെ അനുസരിച്ചോണം. ചെറുപ്രായത്തിൽ തന്നെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. ഒരുവൻ നിങ്ങളെ അനുസരിക്കുക എന്ന് കാണുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം, നിങ്ങൾക്കും ഒരു അനുസരണം ഉണ്ടാകണം. മറ്റുള്ളവരോട് വിധേയത്വം കാണിച്ചിരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓർത്തോണം, നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ നമ്മളുടെ മുതിർന്നവരോട്, നമ്മളുടെ കുടുംബാംഗങ്ങളോട് നമ്മളും അനുസരണഭാവം കാണിക്കണം. അപ്പനും അമ്മയും അവരുടെ പ്രായമുള്ള അപ്പനോടും അമ്മയോടും അനുസരണം കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളും അവരെ അനുസരിക്കത്തില്ല. അപ്പനെയും അമ്മയും വായി തോന്നുന്നതൊക്കെ വിളിച്ചിട്ട് അവനവൻ്റെ കുഞ്ഞുങ്ങൾ അവനവനെ പൊന്നെ പൊടിയെന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പ അമ്മ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മാതാവിനെയും പിതാവിനെയും തെറി വിളിക്കുന്നവരുടെ തലമുറയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെ കേട്ടു. ഞാൻ പറഞ്ഞല്ലോ, അനുസരണമെന്നുള്ളത് ഒരു ഗുണമെന്നുള്ളത് മാത്രമല്ല, അതൊരു സ്വഭാവമാണ്, അതൊരു ഭാവമാണ്. ആ രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കണം. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത് പ്രധാനമായിട്ട് മാറണം. ഒരു നല്ല ഡിസിപ്ലിൻ വേണം, ശിക്ഷണ നടപടികൾ അതിന് വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പാവം പിടിച്ച അധ്യാപകർക്ക് ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എൻ്റെ കുഞ്ഞിനെ നുള്ളി നോവിക്കാത്ത കുഞ്ഞിനെയാ സാർ അടിച്ചത് എന്ന് പറയുന്ന കാലഘട്ടമാണ്. പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഓർക്കുന്നു, ദേവാലയങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അന്ന് മുൻപിൽ കുട്ടികളെ കുരുത്തക്കേട് കാണിക്കും പള്ളിയിൽ നിന്നുകൊണ്ട്. അപ്പം മുതിർന്നവരാരെങ്കിലും ഫ്രണ്ടിലേക്ക് കടന്നു വരും. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, ഒരപ്പച്ചൻ, ഒരമ്മച്ചി, ആരെങ്കിലുമൊക്കെ ഫ്രണ്ടിൽ കാണും. കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളുടെ ചെവിയിൽ ഒരു പിടുത്തം പിടിക്കും. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ ഒരു നിയന്ത്രണം നടത്താൻ പറ്റും? അങ്ങനെ കാണാം ചെവിക്ക് പിടിക്കാനോ വഴക്ക് പറയാനോ ചെന്ന് കഴിഞ്ഞാൽ
എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം, താൻ നോക്കണ്ട എന്ന് മുഖത്ത് നോക്കി പറയുന്ന ഒരു കാലഘട്ടം. വിദ്യാലയങ്ങളിൽ അധ്യാപകർ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം കേസും വഴക്കുമായി പോകുന്ന കാലഘട്ടം. അതുകൊണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ എന്തിനാ വല്ലവൻ്റെയും കുഞ്ഞുങ്ങളെ കൂടുതൽ കാര്യത്തിന് വേണ്ടി ചെല്ലുന്നത്? ഇന്ന് അതുകൊണ്ട് ഏത് മേഖലയിലേക്ക് പോകുന്നവരോടും അവരുടെ സീനിയേഴ്സ് കൊടുക്കുന്ന ഒരു ഉപദേശം ഇതാണ്: നമുക്കവരെ നിന്ദിക്കാനും പറ്റത്തില്ല, കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. കൂടുതൽ ആത്മാർത്ഥതയ്ക്ക് പോകണ്ട, കൂടുതൽ തിരുത്താൻ പോകണ്ട. പോയി കഴിഞ്ഞാൽ നിനക്കത് ബാധ്യതയാകും. പോകുക, പഠിപ്പിക്കുക, വരിക. മാർക്ക് കിട്ടുമോ കിട്ടാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടോ. അവനവൻ്റെ മാതാപിതാക്കൾക്കില്ലെങ്കിൽ നമുക്കെന്താ? ഈ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുന്ന, എന്ത് പ്രതിസന്ധി വന്നാലും ഏറ്റെടുക്കുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട്. അവർ പലപ്പോഴും ബാധ്യതകളിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രിയമുള്ളവരെ, അനുസരണമെന്ന ഭാവത്തെ, അനുസരണമെന്ന അനുഭവത്തെ വെറുമൊരു ഗുണമായി മാത്രം കാണാതെ അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായി, സ്വഭാവത്തിൻ്റെ ഭാഗമായി, മനുഷ്യൻ്റെ അവയവത്തെ പോലെ മനുഷ്യ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാവമായി ഇതിനെ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയൊക്കെ ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങിയേ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ തന്നെ ആലോചിച്ചോണം. വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നു, അവരെങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, കടൽ തീരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, കാണുന്നവരുടെ പുറകെ നടക്കും, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകും, വ്യർത്ഥമായ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ തേടിപ്പോകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഓർത്തോണം. അതാ പണ്ടുള്ളവർ പറയുന്നത്, അടയ്ക്കായാണെ മടി വയ്ക്കാം, അടയ്ക്കാ മരമാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. വളർന്നു കഴിഞ്ഞു, ഇനിയും അതിനെ ഒതുക്കാൻ തക്കവണ്ണം, നിയന്ത്രിക്കാൻ തക്കവണ്ണം പറ്റാതെ പോകുകയാണ്. അങ്ങനെ വരുന്ന ഒരു തലമുറ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് 2010 ശേഷമൊക്കെയുള്ള തലമുറകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരത്തിൽ ജീവിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 12-13 കാലഘട്ടം എന്ന് പറയാം, 13 വർഷങ്ങളിലുള്ള തലമുറകൾ എന്ന് പറയുന്നത്. ആ തലമുറയിലേക്ക് നമ്മൾ മരുന്ന് കുത്തിവെക്കുന്നത് പോലെ അനുസരണമെന്ന് പറയുന്ന ദിവ്യത്വം അത് പ്രവഹിപ്പിച്ചേ പറ്റത്തുള്ളൂ. പ്രവഹിപ്പിച്ചില്ലെങ്കിൽ നാളെ മറ്റു പലർക്കും വെല്ലുവിളിയാണ്. ഇന്ന് മാതാപിതാക്കളും ഗുരുക്കന്മാരും നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കാതിരുന്നാൽ സമൂഹത്തിലുള്ളവർ ഇറങ്ങി നിയന്ത്രിക്കേണ്ടത് വരും. പല വീഡിയോകളും കാണത്തില്ലയോ? പല കലാലയങ്ങളുടെ മുൻപിൽ നാട്ടുകാർ കയറി പലരുടെയും മേൽ കൈവയ്ക്കുന്നു. അങ്ങനെ കൈവയ്ക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ആർക്കുമില്ല. പക്ഷേ അതിലേക്ക് നയിക്കുന്ന പല ഘടകങ്ങളും ഇന്നുണ്ട്. അതിലേക്ക് തള്ളിവിടുന്ന, നിർബന്ധിക്കുന്ന ചില ഘടകങ്ങൾ ഇതിലുണ്ട്. അതെല്ലാം ഓരോരോ പ്രതിസന്ധികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് പോലും ഇതൊക്കെ പറയുകയാണ്. നമ്മൾ തന്നെ ഓർത്തോണം, അനുസരണഭാവം, അനുസരണം വിശുദ്ധിയുടെ അനുഭവമാണ്. അനുസരണം എന്ന് പറയുന്നത് ദൈവികതയുടെ ഭാഗമാണ്. വിധേയപ്പെടുക എന്ന് പറയുന്നത് ആത്മീയതയുടെ ഭാഗമാണ്. വീണ്ടും നമ്മളിവിടെ കാണുന്നു, യഹോവ ജീവിപ്പിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജനതകളെ എനിക്ക് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അധികാരത്തിലിരിക്കുന്ന രാജാവ്, ഭരണാധികാരിയായ രാജാവ് താൻ ഭരിക്കപ്പെടുന്ന ജനത്തിന് തന്നോടുള്ള സമീപനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മറ്റൊരു തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. അങ്ങനെയാകാൻ തക്കവണ്ണം കാരണം, തൻ്റെ അധികാരത്തെ മറ്റുള്ളവർ ഉൾക്കൊള്ളുവാനും ഭയക്കുവാനും കാരണം യഹോവ എന്ന പാറ തന്നോടൊപ്പമുണ്ട്. യഹോവ തനിക്ക് കരുതലായിട്ടുണ്ട്, ശക്തിയായിട്ടുണ്ട്. എൻ്റെ ദൈവം ഉന്നതനാണ്. അതൊരു വലിയ സാക്ഷ്യമാകട്ടെ. എൻ്റെ രക്ഷയുടെ പാറ ദൈവം ഉന്നതൻ തന്നെ. ഇന്ന് ദൈവത്തെ ഉന്നതനെന്ന് പറയാൻ പലർക്കും പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് വലിയവരെന്നും മഹാന്മാരെന്നും പലരെയും പറയുന്നുണ്ട്. നമ്മളുടെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലുമൊക്കെ ദൈവവാക്യങ്ങൾക്കപ്പുറമായി, ദൈവവാക്യത്തിൽ ശ്രേഷ്ഠമായ വാക്കുകളുണ്ടെങ്കിലും ദൈവത്തേക്കാൾ ഉപരിയായി മറ്റു പലരെയും, പല മഹാന്മാരെയും ഇന്ന് ഉയർത്തി കാണിക്കുകയാണ്. എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ആ രക്ഷയുടെ ദൈവത്തെ ഹൃദയംഗമായി പിൻപറ്റുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ദൈവം വലിയവനാണ്. പണ്ടുള്ളവരുടെ ഒരു പ്രത്യേകതയാകട്ടെ, എന്തു പറഞ്ഞാലും പറയും ദൈവം വലിയവനാ, ദൈവകൃപയാൽ ഇത് ചെയ്തു. 10 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു നിൽക്കുന്നത് ദൈവകൃപയാണ്. ആ ഒരു ആത്മീയതയിലേക്ക് നമ്മളൊക്കെ കടന്നു ചെല്ലണം. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജനതകളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. അക്രമിയുടെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു.
ഇതിനൊന്നും കൂടുതൽ വ്യാഖ്യാനങ്ങൾ നൽകേണ്ട കാര്യമില്ല. ഇതൊക്കെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇത് ഓരോ വ്യക്തികൾ വായിക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇതുകൊണ്ട് വായിക്കുമ്പോൾ അവൻ ശത്രുവശത്ത് നിന്ന് വിടുവിക്കുന്നു, എതിർക്കുന്നവർക്കും ഇത് എന്നെ ഉയർത്തുന്നു, അക്രമിയുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കേട്ടോ. നമ്മളിത് വായിക്കുമ്പോൾ ഓർക്കുമ്പോൾ എന്നോ എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കുന്നു. അടുത്തവൻ വായിക്കുന്നു, അവനൊരു പക്ഷേ നമ്മൾ ശത്രുവാണ്, നമ്മുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിക്കുന്നു. അതുകൊണ്ട് രക്തബന്ധങ്ങളെയോ നാട്ടുകാരെയോ സ്നേഹിതരെയോ കൂടെ പഠിക്കുന്നവരെയോ കൂടെ ജോലി ചെയ്യുന്നവരെയോ ഒക്കെ അവരുടെ വശത്തു നിന്നും അവരുടെ കയ്യിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നു എന്നൊന്നും മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാതെ പോരാടുന്ന ചില പോരാട്ട ശക്തികളുണ്ട്. ശത്രുവശത്തു നിന്ന് വിടുവിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് ദാവീദ് പറയുന്നത് അധികാര സമയത്ത് നേരിട്ട വെല്ലുവിളികളിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടുത്തിയെന്ന് സാക്ഷിക്കുന്നതോടൊപ്പം ഇന്നത്തെ കാലത്ത് നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ ചിലരൊക്കെ നമുക്ക് ശത്രുക്കളാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ എത്ര പേർക്ക് ശത്രുക്കളാണെന്ന് ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് ഒരു മോഡറേറ്റ് ലെവലിൽ നിങ്ങളും ഞാനും ഒക്കെ പൊയ്ക്കോളാം. 18 സങ്കീർത്തനം പറഞ്ഞു നിർത്തുന്നു, ദൈവമേ, ജനതകളുടെ മധ്യേ നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യും, നിൻ്റെ നാമത്തെ കീർത്തിക്കും. തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്ന ദൈവം, തലമുറകളായി ദയ കാണിക്കുന്ന ദൈവം, എല്ലാവർക്കും രക്ഷ നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി. ഞാൻ എത്ര വീണു പോയാലും എൻ്റെ വിജയത്തിൻ്റെ കൊടി അവൻ്റെ കയ്യിലുണ്ട്. ഞാൻ എത്ര തകർന്നു പോയാലും അവനെനിക്ക് കരുതലാകും. അനേകരുടെ മധ്യ ഒരു സാക്ഷ്യമായി നമ്മുടെ ജീവിതം മാറണം. ഇത് ഞാനും നിങ്ങളുമൊക്കെ ശ്വസിക്കുകയും വാക്കുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യമുണ്ടാകണം. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഒറ്റ സാക്ഷ്യം, എൻ്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. എൻ്റെ ദൈവം സർവശക്തനാണ്, അവന് മരണമില്ലാത്തവനാണ്. അതുകൊണ്ട് ശത്രുവശത്തിൽ നിന്നും ഉപദ്രവികളുടെ വശത്തിൽ നിന്നും ഞാൻ തന്നെ സൃഷ്ടിക്കപ്പെട്ട ബലഹീനതകളുടെ വശത്തിൽ നിന്നും ദൈവം വിടുവിക്കും. അതുകൊണ്ട് പരാജയമില്ലാത്ത രീതിയിലുള്ള വിജയം എനിക്ക് കിട്ടും. ഒറ്റ മറുപടി, എൻ്റെ ദൈവം ജീവിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.